ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ല മനോഹരമായ കുറേ കാഴ്ചകളും അതുപോലെ സൺസെറ്റും ഒക്കെ കാണാൻ പറ്റിയ നല്ലൊരു സ്ഥലത്താണ്. നമ്മൾ പോകുന്നത് വള്ളത്തേലാണ്. ജസ്റ്റ് നമ്മൾ വള്ളത്തിലേക്ക് കയറി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. പോകുമ്പോൾ ആദ്യം നമ്മൾ കണ്ട ജെല്ലി ഫിഷാണ്. നമ്മൾ അടുത്തേക്ക് ജെല്ലി ഫിഷ് ഓടി വന്നു, മോള് തൊട്ട് നോക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ഈ സ്ഥലം ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. മനസ്സിലാവാത്തവരും ഉണ്ടാവും. മനസ്സിലായവരൊന്ന് കമൻറ്റ് ചെയ്യുക. ഇത് കൊല്ലം ജില്ലയിലെ അഷ്ടമുടി കായലിനും കല്ലടയാറിനും ഇടയിലുള്ള മനോഹരമായൊരു തുരുത്തുണ്ട്. കണ്ടു പരിചയിച്ച കേരളീയ ഗ്രാമങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായൊരു ദ്വീപ്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ചെമ്മീൻ കെട്ടും അതുപോലെ കരിമീൻ കെട്ടുകളും ധാരാളമായി കാണാൻ കഴിയുന്നുണ്ട്. ഇവിടുത്തുകാരുടെ വരുമാന മാർഗമാണ് മത്സ്യകൃഷി. നമ്മൾ പോയ സമയത്ത് കരിമീനായിരുന്നു കൃഷി ചെയ്തിരുന്നത്. ചില സീസണിൽ ചെമ്മീനായിരിക്കും. കരിമീൻ നമുക്ക് ഫ്രഷോടെ വാങ്ങിക്കൊണ്ട് പോകാനുള്ള അവസരം ഉണ്ടായിരുന്നു. എട്ടോളം ചെറു ദ്വീപുകളുടെ കൂട്ടമാണ് അഷ്ടമുടിക്കായലിലെ വണ്ടൂർത്തുരുത്ത്. കൊല്ലത്ത് നിന്ന് 27 കിലോമീറ്റർ ദൂരമുണ്ട്. ചെറു തോണികളും കായലും കനാലുകളും പരസ്പരം വേർതിരിക്കുന്ന ദ്വീപുകളും തെങ്ങിൻ തോപ്പുകളും മത്സ്യസമ്പത്തിന്റെ കേന്ദ്രമാണ്. തിരുവിതാംകൂറിന്റെ പഴയ റെസിഡൻസ് ആയിരുന്ന കേണൽ മണ്ടോറിയുടെ പേരിലാണ് ഈ തുരുത്ത് അറിയപ്പെടുന്നത്. കൊല്ലത്ത് ചിതറിക്കിടന്ന പല പ്രദേശങ്ങളെയും കനലുകളെയും നിർമ്മിച്ച് ജലമാർഗം യോജിപ്പിച്ച വ്യക്തിയാണ് കേണൽ. കായലും കടലുമുള്ള കൊല്ലത്തിന്റെ മനോഹര കാഴ്ചകൾ കാണുന്നവർക്ക് മതിവരില്ല. ആലപ്പുഴയിലെ കുട്ടനാട് പോലെ കൊല്ലം ജില്ലയിലും ഒരിടമുണ്ട്, വണ്ടൂർത്തുരുത്ത്. കായലും പുഴയും സംഗമിക്കുന്ന വണ്ടൂർത്തുരുത്ത് അഷ്ടമുടിക്കായലിനും കല്ലറയാറിനും ഇടയിലുള്ള ചെറിയ തുരുത്തുകളുടെ കൂട്ടായ്മയാണ് വണ്ടൂർ. കണ്ണും മനസ്സും നിറയ്ക്കുന്ന പച്ചപ്പും ഗ്രാമീണ കാഴ്ചകളുമായി ഒരു തുരുത്ത്. പണ്ടെങ്ങോ നഷ്ടമായ ഗ്രാമീണ കാഴ്ചയുടെ വസന്തമാണ് വണ്ടൂർത്തുരുത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. കായലും പുഴയും വലിയ വള്ളങ്ങളും ചെറു തോണികളും അവയിലൂടെ പോകുന്ന ചെറു വള്ളങ്ങളും തോടുകൾക്ക് അതിരി നിൽക്കുന്ന തെങ്ങുകളും പേരറിയാത്ത മറ്റു മരങ്ങളും ചെമ്മീൻ കെട്ടുകളും നാട്ടുവഴികളുമുള്ള വണ്ടൂർത്തുരുത്ത്.
സൂര്യ ഉദയമോ അസ്തമോ കാണാൻ വേണ്ടിയാണ് സഞ്ചാരികൾ മണ്ടോത്തുരുത്തിലേക്ക് പോകുന്നത്. ഈ രണ്ട് സമയത്തും സൂര്യന്റെ സുവർണ രശ്മികളേറ്റ് മണ്ടോത്തുരുത്ത് കൂടുതൽ മനോഹരമാകുന്നു. ഇത് രണ്ട് കാണണമെങ്കിലും വള്ളത്തിൽ കയറി പോകണം. ചെറുതും വലുതുമായ വള്ളങ്ങളുണ്ട് ഇവിടെ. ഇടയ്ക്ക് വരുന്ന സഞ്ചാരികളാണ് ഇപ്പോൾ മണ്ടോത്തുരുത്തിന്റെ വള്ളക്കാരുടെ ചെറിയ വരുമാന മാർഗം. 8-10 പേർക്ക് കയറാവുന്ന വള്ളങ്ങളാണ് ഇവിടെ ഉള്ളത്. 1000 രൂപയാണ് തോണിയുടെ ചാർജ്. ഏകദേശം 3 മണിക്കൂറോളം പുഴയിലും ചെറു തോണികളിലും കായലിലും കണ്ണർക്കാടുകളിലുമായി കാഴ്ചകൾ കണ്ടുവരാം എന്നുള്ളതാണ് ഏറ്റവും ആകർഷണം. 3 വശത്തും കല്ലറയാടും, ഒരു വശത്ത് അഷ്ടമുടിക്കായലും, അതിനിടയിൽ സഞ്ചാരികൾ ഒരിക്കലെങ്കിലും പോകുകയോ ആസ്വദിക്കുകയോ ചെയ്യേണ്ട ഇടങ്ങളിൽ ഒന്നാണ് മണ്ടോത്തുരുത്ത്. ഗ്രാമത്തിന്റെ വിശുദ്ധിയും സൗന്ദര്യവുമുള്ള മണ്ടോത്തുരുത്ത്. ഇവിടേക്ക് കൊല്ലത്ത് നിന്ന് കുണ്ട്ര വഴിയോ അല്ലെങ്കിൽ കൊല്ലം കരുനാഗപ്പള്ളി ഫർണിക്കാവ് വഴിയോ എത്താവുന്നതാണ്. മണ്ടോത്തുരുത്തിൽ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടെങ്കിലും പാസഞ്ചറും മെമ്മോ ട്രെയിനുകളും മാത്രമേ ഇവിടെ സ്റ്റോപ്പുള്ളൂ. താമസിക്കാൻ ഹോട്ടലും ഹോം സ്റ്റേകളും അവൈലബിൾ ആണ്. വള്ളത്തിൽ യാത്ര ചെയ്യണമെങ്കിൽ ബന്ധപ്പെടാൻ 2 പേരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം.